എന്റെ പ്രസിഡന്റ് വേഗം നടക്ക്, നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും ആള് തൂങ്ങിണ്ടാവും. നീ നീല ടർപ്പായും കസരയൊക്കെ ഓർഡർ ചെയ്തോ? ആദ്യം ആംബുലൻസ് വിളിക്കാൻ നോക്ക്, ഭായം കൊടു. എന്നാലും നമ്മുടെ രമണൻ പ്രസിഡന്റ് നോക്കി നടക്ക്. കൈ പിടിക്കേ. കയ്യല്ലേ പിടിക്ക. കല്യാണത്തിനൊന്നുമല്ല പോണ, മരണം കാണാനല്ലേ. എവിടെ അവൻ തൂങ്ങിയേക്കണേ? ഓ പാരച്ചൂട്ടിൽ ഇങ്ങനെ പ്രസിഡന്റ്. ഞാൻ ഇന്നലെ ആരോടും ചാറ്റ് ചെയ്തില്ല. ഫോൺ ഓൺലൈനിൽ കിടന്നു എന്നുള്ളത് ശരിയാ. അമ്മേടെ പൊന്നു, ഞാൻ പറയണ കേൾക്കണ്ടോ പൊന്നൂസേ? പൊന്നൂസേ, കണ്ണ് നിറയില്ലേടി, എനിക്ക് വിഷമ. വാവേ എന്താ മരത്തിനെ വെറുതെ? ഞാൻ എന്റെ ഭാര്യയായിട്ട് സംസാരിച്ചു. ഇത് നല്ല മരം, എന്റെ ഭാര്യ കഴിവുമരം. ഇതാരാ സംസാരിക്കണേ? ഞാൻ പ്രസിഡന്റാ. അവിടെ നിൽക്ക. അവിടെ ഞാനൊരു കക്കൂസിക്ക് ഒരു അപേക്ഷ ഒന്നുണ്ടായല്ലോ, എന്തായി തീരുമാനം? ചാവാൻ നിൽക്കണേ, നീ തുറാൻ നിൽക്കണേ. ആരാ ചാവാൻ നിൽക്കണേ? രമണൻ. രമണ? സോറി മോളെ, ഞാൻ രമണന്റെ മരണം കണ്ടിട്ട് വരാം. വാ കുമാര, ഇത് പണി കൊടുക്കാം. ഞാനുണ്ട്. ഞാൻ എന്തിനു ജീവിക്കണം? ഞാൻ പണിക്ക് പോകാറില്ല, 10 പൈസയുടെ വരുമാനമില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ചെലവിന് പൈസ കൊടുത്തിട്ടില്ല. അവിടെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകുമോ, അവൾക്കൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുമോ, ഒന്നും ചെയ്തിട്ടില്ല. കറണ്ട് ബില്ല് അടയ്ക്കാറില്ല, ഗ്യാസ് മേടിക്കാറില്ല, അവളുടെ നെറ്റ് ചാർജ് ചെയ്യുന്ന പോലും അവളാ. ഒരു തേങ്ങ പോലും ഞാൻ പൊതിച്ചു കൊടുക്കാറില്ല. 10 പൈസയുടെ ഉപകാരമില്ലെങ്കിലും ഞാൻ അഭിമാനിയല്ലേ? അതെന്താ അവൾ മനസ്സിലാക്കാത്ത? ഞാൻ പിന്നെന്തിന് ജീവിക്കണം? ഇനി ജീവിച്ചിട്ട് കഴിയില്ല. എൻ്റെ അവളുടെ സാരി, അവളുടെ കല്യാണം വീടാവാ. ജാതികളിയാ വേണ്ട, മലയാളം മതി മതി. 1 അവിടെയല്ലടി ഇവിടെ. ഞാനിത് എങ്ങനെ സഹിക്കോ? അയ്യോ എന്റെ പൊന്നു മനുഷ്യ, അത് 7000 രൂപ വരെയുള്ള എന്റെ കല്യാണ സാരിയാ. ഇല്ലടി, നിന്റെ ഈ സാരി തന്നെ ഞാൻ തൂങ്ങിച്ചാവൂ. നിങ്ങൾക്ക് തൂങ്ങിച്ചാവണം. ഈ കൈ കൊണ്ട് തൂങ്ങി എന്റെ സാരി ഇങ്ങതാ. എന്റെ സാരി ഇങ്ങതാ ഇവിടെ. എന്താ രമണി പ്രശ്നം? പ്രസിഡന്റ് ചത്തിട്ടില്ല. രമണി, എന്താ പ്രശ്നം? ഇത് തന്നെ എന്റെ പ്രശ്നം. രമണ, സാരി എടുത്ത് കല്യാണത്തിന് പോകണോ? ആടോ, താനും പാടോ. എടാ, ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ പ്രസിഡന്റ് പറയാ, താഴെ ഇറങ്ങി വേണ. പ്രസിഡന്റ്, ചാവാൻ പോകുന്ന ഒരുത്തന്റെ പിതൃത്വം നിങ്ങൾ ഏറ്റെടുക്കാൻ നോക്കരുത്. മാറി ആ കയറി കിടന്ന ഞാൻ ചാവാം. അയ്യോ, എല്ലാരും ചത്ത എനിക്ക് ഞാനാ പ്രസിഡന്റ്. അതെ പ്രസിഡന്റ്, ഈ രമണനെ താഴെ ഇറക്കാൻ ഈ ഐഡിയ ഒന്നും പോരാ. അതിന് വേറൊരു ഐഡിയ പ്രയോഗിക്കണം. ഫയർഫോഴ്സ്. അതിനേക്കാൾ വലിയൊരു ഫോഴ്സ് കേരള ഗവൺമെന്റ് ഇറക്കിണ്ടെന്ന്. അതെന്തുട്ടാ? രമണ, നിന്റെ ഷെയറുകാരനടാ. സുഖു, വൃത്തികേട് കാണിക്കരുത്. രമണ ഇവിടെ നിൽക്കുമ്പോളാ ഷെയർ ഫ്രീ. Come on. എന്തിനാ പ്രസിഡന്റ് ഈ പട്ടി മോങ്ങണല്ലോ മോങ്ങണേ? പട്ടിയതുകൊണ്ടല്ലാണ്ട്
എനിക്ക് പെണ്ണുങ്ങള് കരയണ്ട, അപ്പൊ കരച്ചില് വരും. പ്രസിഡന്റ് കാരണം കൊണ്ട് എത്ര ആണുങ്ങൾ വീട്ടിലിരുന്ന് കരയുണ്ടെന്ന് അറിയാമടാ. ഞാനടക്കം. അവിടെ അതവിടെ നിൽക്കട്ടെ. ഇത് നിങ്ങളുടെ ഫാമിലി പ്രശ്നമാണെങ്കിലും ഇത് ഞങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുക്കാൻ പോവുകയാണ്. അല്ല, ഒരാളെ ഏറ്റെടുത്തതിൻ്റെയാണ് ഞാൻ മരത്തിൽ കയറിയത്. ആണോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പഞ്ചായത്ത് ഏറ്റെടുക്കുക ഇതെന്നാ പഞ്ചായത്ത് പ്രോപ്പർട്ടിയാണോ? ഇത് ജനങ്ങളുടെ മൊത്തം പ്രോപ്പർട്ടിയാണ്. അല്ല, ജനകീയാസൂത്രത്തിൽ പെടുത്തി നമുക്ക് ഉൾപ്പെടുത്താം. എന്റെ പ്രസിഡന്റ്, ഈ ജനകീയാസൂത്രണ പരിപാടിയൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഇവരുടെ മാട്രിമോണിയിലേക്ക് വാ. രമണ, നീ ശരിക്കും എന്തിനായി കയറെടുത്തത്? സാരി എന്ത് മാങ്ങാത്തൊലിങ്കിലാവട്ടെ, നീ എന്തിനെടുത്തത്? പ്രസിഡന്റെ, ഞാൻ പറയാം. ഞാൻ മെനഞ്ഞാന്ന് മാർക്കറ്റ് വരെ പോയി. അവള് മാർക്കറ്റിൽ പോയാ നീ കയറെടുത്തത്? നിനക്കൊന്ന് മാർക്കറ്റിൽ പോയി കൂടെ ഇവളെ വിടാതെ? ഞാനെങ്ങനെ പോകും? ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് പണിയില്ലേ, ഈ കുടുംബത്തിലെ കാര്യം ആരാണ് നോക്കുന്നത്? എവിടെയാണ് പണി? എന്തൊക്കെ ചോദ്യമാണ്. ഒരു പണിക്കും പോകത്തമാരാണ് ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. നിനക്ക് അവന്മാരുടെ മൂത്തൂക്കി ചോദിക്കായിരുന്നില്ലേ? എന്തോന്ന് ചോദിക്കാൻ? അതിന് ഇങ്ങനെ വല്ല പണിക്ക് പോവണ്ടേ പ്രസിഡന്റ്? അത് പോട്ടെ, ബായ്. മാർക്കറ്റിൽ പോയിട്ട് പ്രസിഡന്റിന് അറിയാലോ ഇവിടുന്ന് മാർക്കറ്റ് വരെ ഏകദേശം 3/4 കിലോമീറ്ററോളം യാത്രയുണ്ടെന്ന്. ഞാനൊരു 12 മണിയൊക്കെ ആയ സമയത്താണ് ഇറങ്ങിയത്. ഒരിഞ്ഞ വെയിലും ആകെ നടന്ന് ക്ഷീണിച്ച് ഏകദേശം മാർക്കറ്റ് അടുക്കാറായതും ഒരു കാർ വന്നിന്റെ മുമ്പിൽ നിന്നു. പിടിച്ചില്ല, കൈയോടെ ഞാൻ പിടിച്ചു. അതാണ് രമണൻ. അതിവനറിയാം, ഇവനെയും പിടിച്ചിട്ടുണ്ട്. മാറ്റിക്കരുത്. ശരി, നീ എന്റെ കുറ്റം പറയാൻ വന്നാണ് അവളുടെ കുറ്റം പറയാൻ വന്നത്. പ്രശ്നം അറിയാവോ, പളനി വരെ ആണിയുള്ള കാലുകൊണ്ട് നടന്നത്, അതും ചെരുപ്പിടാണ്ട്. അതുവിനറിയാം. അന്നാണല്ലോ എന്നെ പിടിച്ചത്. നീ മാറ്ററിലേക്ക് വാ. ഒരു കാറ് പോയിട്ട് ഒരു സൈക്കിൾ റിക്ഷ പോലും എന്നെ കണ്ടു നിർത്തിയില്ല. മനസ്സിലാക്കണം. നീ അടക്കി കയറല്ലേ? പറ. എന്നിട്ട് കാറ് കൊണ്ടുവന്ന് അടുത്ത് നിർത്തി ഗ്ലാസ് താഴ്ത്തി അകത്തേക്ക് നോക്കിയപ്പോ ആരാ? അവളോട് ചോദിക്ക്. അവളോട് ഞങ്ങളോട് ചോദിക്കണേ. ആരാ? നമ്മുടെ ബാബു. നമ്മുടെ ഹെഡ് മാസ്റ്ററുടെ മോൻ ബാബു. അവൻ തറവാടി, അവൻ ക്ലാസ് കത്തൊന്നുമില്ല. പിന്നെ ഏത് ബാബു? നമ്മുടെ ബാബുവേ, പ്രൈവറ്റ് ബസ്സിലെ കിളി ബാബു. കിളി ബാബു? അവനെ പറ്റിയല്ലേ ബോക്സ് ഓഫീസിൽ നേരത്തെ പേപ്പറിൽ വന്നത്? പ്രസിഡന്റ്, നമ്മൾ കണ്ണി കാണാത്ത കാര്യങ്ങളൊന്നും ഇങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കരുത്. പത്രത്തിൽ പല വാർത്തകളും വരും, അതൊന്നും നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ കണ്ണി കാണുന്ന കാര്യങ്ങൾ മാത്രമേ അങ്ങോട്ട് വിശ്വസിക്കാവുള്ളൂ. അല്ലെങ്കിൽ തന്നെ പ്രായപൂർത്തിയാവാത്ത ആ പെണ്ണ് പറയുന്ന കാര്യങ്ങൾ നാട്ടുകാർ മൊത്തം അങ്ങോട്ട് വിശ്വസിച്ചു. പ്രായമുള്ള ബാബു പറയുന്നത് ഇന്ന് വരെ ആരെങ്കിലും വിശ്വസിച്ചോ? ഇല്ലല്ലോ. അവൻ ഇന്ന് വരെ നീതി കിട്ടിയിട്ടില്ല. നല്ല വാദം. എന്റെ പൊന്നു പ്രസിഡന്റ്, പെറ്റ തള്ളക്ക് വാദം വന്നിട്ട് തിരിഞ്ഞു നോക്കാത്തവളാ ഇപ്പൊ ബസ്സിലെ ബാബുവിന് വേണ്ടി വാദിക്കണത്. ഇത് തീവ്രവാദമാണ്. നമ്മുടെ പഞ്ചായത്തിൽ തീവ്രവാദം വളർത്താനുള്ള ശ്രമമാണ് ഇവിടെ. നീ ഒന്നും ഉണ്ടായിരുന്നില്ല സുഖു, അവള് പറഞ്ഞു വരട്ടാണോ? രസല്ലേ? കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്നോട് ഒരു ചോദ്യം, എവിടേക്കാണ്? മാർക്കറ്റിലേക്കെന്ന് ഞാനും, കേറിക്കോന്ന് അവനും. ക്ഷണം. ഓക്കേന്ന് ഞാനും. സഹകരണം. ഞാൻ കേറിയ വഴി തന്നെ അവൻ ഡോർ അടിച്ച് ഗ്ലാസ് അങ്ങ് പൊക്കി. അവൻ ഗ്ലാസ് കയറ്റും, ആരാന്ന് നോക്കൂല. അവൻ ഗ്ലാസ് കയറ്റിയിരിക്കും. എനിക്കറിയാത്. പിന്നെ ഇവനറിയാം. എനിക്കറിയാം. നീ ഒന്നും മിണ്ടാതിരുന്നേ, രമണി പറയട്ടെ. എന്നിട്ട് അകത്ത് കേറി ഉടനെ അവൻ ആ തണുപ്പിക്കുന്ന യന്ത്രം അങ്ങ് ഓൺ ചെയ്ത്. എന്നിട്ട് എന്റെ പൊന്ന് പ്രസിഡന്റ്, ഒന്നും പറയണ്ട. പുറത്തെ ആ ചൂടും അകത്തെ ആ കുളിരും തലേ ദിവസത്തെ ക്ഷീണവും. തലേദിവസം എന്ത് ക്ഷീണം നിനക്ക്? തലേദിവസത്തെ ക്ഷീണ കാരണം വ്യക്തമാക്കണം. വെറുതെ ഇരുന്ന ക്ഷീണിച്ചൂടെ? അതിനാർക്കും കാശൊന്നും കൊടുക്കണ്ടല്ലോ. അതെ, ക്ലിയർ ചെയ്യാം. ഈ പ്രസിഡന്റ് വിചാരിക്കും ഈ ഞാനാണ് അതിന്റെ ഉത്തരവാദി. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല, നിന്നെ എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല. അത് മതി. സത്യം പ്രസിഡന്റ്, അകത്ത് കയറിയതും വെറുതെ ഒന്ന് കണ്ണടച്ചതാ, ഞാനും ഉറങ്ങിപ്പോയി. കണ്ണു തുറന്നപ്പോ എവിടാ? മാർക്കറ്റിലല്ലേ? അല്ല, പിന്നെ മസനഗുഡിയില്. മസിൽ പിടിച്ചോ? അപ്പൊ പഞ്ചാബാ? സിക്ക് അവിടുത്തെ ആൾക്കാർക്കല്ലേ കൂടുതൽ മസിൽ പിടുത്തം. പിന്നെ ഗുസ്തിക്കാരല്ലേ? എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് കേറളേന്ന്. കുട്ടി പറ. വണ്ടി പഞ്ചാബിലെത്തി ഞാൻ എവിടെ ഇട്ട് കയറാനാ? അയ്യോ, പഞ്ചാബ് ഒന്നും അല്ല, പിന്നെ മസനഗുഡി. മസനഗുഡിയിൽ എത്തിന്നറിഞ്ഞപ്പോ അങ്ങനെ തെറ്റ് മനസ്സിലാക്കിയപ്പോ അപ്പൊ തന്നെ തിരിച്ചു പോരായിരുന്നില്ലേ? അവിടെയാണ് നമ്മൾ ബാബുവിന്റെ നല്ല മനസ്സ് കാണേണ്ടത് പ്രസിഡന്റ്.
എന്ത് നന്മയുള്ള മനുഷ്യനാണെന്നറിയാവോ? അവൻ അപ്പൊ തന്നെ പറഞ്ഞതാ നമുക്ക് അവിടെ തിരിച്ചു പോകാമെന്ന്. ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. എന്റെ പ്രസിഡന്റ് 10-360 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോയതല്ലയോ, ക്ഷീണം കാണത്തില്ലയോ? എങ്ങാനും തിരിച്ചു വരുന്ന വഴി അവന്റെ കണ്ണൊന്നും അടഞ്ഞു പോയി കഴിഞ്ഞാ, കൈ തെറ്റി വണ്ടി വല്ല കൊക്കയിലേക്ക് മറന്നു കഴിഞ്ഞാ, പ്രസിഡന്റ് പെണ്ണുങ്ങൾ കരഞ്ഞ ഞാനും കരയും. ഇവള് പറഞ്ഞാലും കാര്യമുണ്ട്. നീ തോളത്ത് എടുത്തടാ. ഓ സോറി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുമ്പോഴാണ് തോളത്ത് ഇരുന്നേ. അല്ല ഇവളെന്റെ ഭാര്യയല്ലേ? മറക്കണ്ട, പഞ്ചായത്ത് പ്രോപ്പർട്ടിയാ. പ്ലെയിങ്. അപ്പൊ ഞാനാ പറഞ്ഞത്, എന്തായാലും ഇത്ര ക്ഷീണമൊക്കെ ആയില്ലയോ, ഇന്നിനി പോവണ്ട, ഇവിടെ റൂം എടുത്തൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് നാളെ പോയാ മതിയെന്ന്. ആ അത് ശരിയാ, അത് ശരിയാ. നീ ചെയ്താ കറക്റ്റ്. കാരണം വെഹിക്കിൾ ആക്ട് പ്രകാരം ഉറക്കം വന്നാൽ ഒന്നുകിൽ സൈഡാക്കണം, അല്ലെങ്കിൽ റൂം എടുത്ത് റെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഏത് കറക്റ്റാ? അപ്പൊ അവൻ പറയുവാണേ, റൂം എടുക്കുവാണെങ്കിൽ ഊട്ടിയാ നല്ലത്. നല്ല തണുപ്പാ, നല്ല അത് തണുപ്പാ. കൊള്ളാം. ഊട്ടി ഊട്ടി കൊള്ളാം. ഊട്ടി നല്ല തണുപ്പ് തന്നെ, കറക്റ്റാ. എന്റെ പ്രസിഡന്റ്, എന്റെ സുഖു, ഊട്ടി എന്ന് പറഞ്ഞ കിട്ടിലാണ് കിട്ടിലെ. അവിടെ ആകുമ്പോൾ റൈഡ് ഉണ്ടാവും. പക്ഷെ 3-6 പോയി റൂം എടുക്കരുത്. എന്താണ് 3 പ്രാവശ്യം നാറിപ്പോവും. അതങ്ങനെ പ്രസിഡന്റ് അറിയാം? എനിക്ക് അനുഭവം ഉള്ളതല്ലേ. പ്രസിഡന്റ് ഒന്നും അറിയണ്ടല്ലേ? പോടാ നാറി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യില്ലേ ബാലൻസ്? നീ കഥയിലേക്ക് കിടക്ക്, കാര്യം പറ. അപ്പൊ ക്ഷീണമൊക്കെ മാറിയാ? ക്ഷീണം മാറി. ഹാപ്പിയായ? പിന്നെ ക്ഷീണം മാറി പിന്നെ ഹാപ്പി ആവൂലേ? അപ്പൊ നേരം എടുത്ത് എഴുന്നേറ്റ് പോരാ വരാറുന്ന കണ്ണു തിരുമ്മി. അവിടെയാണ് പ്രസിഡന്റ് നമ്മൾ ബാബുവിന്റെ മഹത്വം വീണ്ടും മനസ്സിലാക്കേണ്ടത്. ബാബുവിന്റെ മഹത്വമാണേ. അവൻ എന്നോട് പറഞ്ഞതാ രാവിലെ പോകാമെന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞത്, എന്തായാലും ഇത്രയും വരെ എത്തിയതല്ലേ, നമുക്ക് ആ ഉദ്യാനം വരെ ഒന്ന് പോയിട്ട് ആ തടാകത്തിൽ ഒരു ചെറിയ ബോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ആ കുതിരയുടെ പുറത്തുനിന്ന് കയറി ഒരു ചെറിയ കുതിര സവാരി. ഇതൊന്നും ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഊട്ടി എന്ത് പറയും? ഊട്ടി പൂട്ടും. നമ്മൾ ചെല്ലുമ്പോ ഊട്ടിയില്ല, ഇവിടെ മാപ്പി പോലും അവിടെ ഊട്ടിയില്ല. നിങ്ങൾ ചെയ്താ കറക്റ്റ്. ബാബുവിന്റെ മഹത്വം കേട്ടാ? അങ്ങനെ ആ തടാകത്തിലും കുതിര സവാരി ഉദ്യാനത്തിലൊക്കെ കറങ്ങിയിട്ട് വൈകിട്ട് ഒരു 6-6:30 തിരിച്ചിട്ട് രാത്രി 12:55 ഞാൻ ഇവിടെ എത്തിയതാ. കൃത്യസമയം. എന്നിട്ടാണ് ഈ മനുഷ്യന്റെ സാരി എടുത്തിട്ട് തൂങ്ങാൻ കയറിയത്. ഞാനും ബാബു മാത്രം അവന്റെ കാര്യം പ്രസിഡന്റ്. അതാ ഇങ്ങനെ സാരി എടുത്ത് നാട് മൊത്തം അറിയിച്ചത്. നാണം കെടുത്തില്ലയോ മനുഷ്യ, നിങ്ങളോ തെറ്റ് ചെയ്യാത്ത. ഇപ്പോഴാണ് എനിക്ക് സത്യം മനസ്സിലായത്. ഇതിനകത്ത് ബാബു നിരപരാധിയാണ്, നീയും നിരപരാധിയാണ്. തെറ്റുകാരൻ ഞാനാണ്. എന്റെ അഭിപ്രായത്തിൽ നീയും ബാബുവും എല്ലാ മാസവും ഊട്ടിക്ക് പോകണം. അങ്ങനെ ഊട്ടി അവിടെ നിലനിൽക്കണം. നിങ്ങളില്ലാതെ എന്ത് ഊട്ടി? അല്ല പിന്നെ അല്ല പ്രസിഡന്റ് എന്താ ആലോചിക്കണേ? ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ആ ഉടങ്കൊല്ലി സൈക്കിൾ കൊടുത്തിട്ട് എത്രയും പെട്ടെന്നൊരു കാറ് മേടിക്കണം. അതും ഗ്ലാസ് കയറ്റാവുന്നതും AC ഇടാവുന്നതുമായ ഒരു കാറ്. അതെന്തിനാ? രമണിയെ പോലെ എത്രയോ പെണ്ണുങ്ങൾ ഈ പഞ്ചായത്തിൽ മാർക്കറ്റിലേക്ക് ഉച്ചയ്ക്ക് നടന്നു പോകുന്നു. അവർക്കൊരു സഹായവുമാവും. എനിക്ക് മസനഗുഡി വഴി ഊട്ടിക്കൊന്ന് പോയിട്ട് അവിടുത്തെ ആ തടാകവും ആ ഉദ്യാനവും അവിടുത്തെ കുതിരപ്പുറത്ത് കയറിയിട്ടൊന്ന് സവാരി ചെയ്യാലോ. അതോർത്ത് ഞാനിങ്ങനെ ആലോചിച്ചു പോയതാ. അടിപൊളി.